ഭാരത കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായി മാറിയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ജൂലൈ 28 ഭക്തി ആദരപൂർവ്വം നമ്മൾ ആഘോഷിക്കുകയാണ്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ സന്യസ്തിയായി ജീവിച്ച് ജീവിതത്തിന്റെ മുന്തിയ കാലം അത്രയും രോഗിയായി കഴിഞ്ഞ അൽഫോൻസാമ്മ ജനശ്രദ്ധ ആകർഷിക്കത്തക്ക വിധം സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. എങ്കിലും അമ്മ ദൈവത്തിന് പ്രിയപ്പെട്ടവളായി തീർന്നു. പ്രാർത്ഥനയും സഹനവും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന അമ്മ എങ്ങനെയാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവളായി മാറിയത്? മനുഷ്യസങ്കല്പങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ദൈവനീതിയുടെ അളവുകോലിൽ അൽഫോൻസാമ്മ പൂർണ്ണത കൈവരിച്ചിരുന്നു. ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല ദൈവപുത്രൻ വന്നിരിക്കുന്നതെന്നും ശുശ്രൂഷിക്കാൻ വേണ്ടിയാണെന്നും ഉള്ള സത്യം തിരിച്ചറിഞ്ഞവളായിരുന്നു വിശുദ്ധ അമ്മ. ഈശോയുടെ കരുണാതുരമായ കരങ്ങളെ പിടിച്ച് വേദനിക്കുന്നവരുടെ ശിരസിൽ വെച്ച് നൽകുകയാണ് അമ്മ ചെയ്തത്. അമ്മയെ സമീപിച്ചവരെല്ലാം ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞവരായി തീർന്നു. മരണം വരെ അവസാനിക്കാത്ത വേദനയുടെ മെത്തിയിൽ കിടന്ന അമ്മ ഒരിക്കൽ പോലും തന്റെ വേദനകൾക്ക് ശമനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഈശോയെ, നിന്റെ കുരിശിനോട് ചേർത്ത് എന്നെ തറയ്ക്കാൻ ഞാൻ എത്ര വേദനയാണ് സഹിക്കേണ്ടത്, നീ അതെനിക്ക് താ, ഞാൻ ഇതെല്ലാം സഹിക്കാമെന്ന് പറയാൻ മാത്രം ദൈവസ്നേഹം ഉള്ളിൽ കരുതിയ സമർപ്പിതയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച ജോബിനെ പോലെ 4 ഇരട്ടിയായി നൽകുന്ന നിത്യസമ്മാനത്തിന് അർഹത നേടി അൽഫോൻസാമ്മ യാത്രയായി. ഇന്നും അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ അദൃശ്യമായ ഒരു കരസ്പർശനം ലഭിക്കുന്നെങ്കിൽ അമ്മയുടെ സഹന ജീവിതകാലത്തിന്റെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്വന്തം വേദനകൾക്കും പ്രശ്നങ്ങൾക്കും നേരെ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുകയും പരാതിപ്പെടുകയും നേർച്ച കാഴ്ചകളുമായി ഓടി നടക്കുകയും ചെയ്യുന്ന നമ്മോട് ഓരോരുത്തരോടും നിശബ്ദമായി അൽഫോൻസാമ്മ പറഞ്ഞു വയ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ദൈവത്തിന്റെ പദ്ധതികളുടെ ഭാഗമാണ് നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളെ കൂട്ടാനും കിഴിക്കാനും മനുഷ്യന് സാധ്യമല്ല. ദൈവം മനുഷ്യന്റെ മാനസിക വ്യാപാരങ്ങളെയാണ് വിലയിരുത്തുന്നത്. നിന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ദാനമായി നൽകുമ്പോഴും ആശ്രയമറ്റവരെ ശുശ്രൂഷിക്കുമ്പോഴും മുറിവുകൾ വെച്ച് കെട്ടുമ്പോഴും നിന്റെ ഉള്ളിലെ ലക്ഷ്യം എന്താണോ അതാണ് ദൈവം കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. വിധവയുടെ കൊച്ചുകാണിക്ക് വിലപ്പെട്ടതായി മാറുന്നതും വേറോനിക്കായുടെ തുവാരിയിൽ തിരുമുഖം പതിച്ചു നൽകിയതും എല്ലാം പ്രവൃത്തിയുടെ വലിപ്പം കൊണ്ടല്ല, മനസ്സിന്റെ പുണ്യം കൊണ്ടാണ്. മനുഷ്യജീവിതകാലത്ത് ദൈവത്തിന്റെ തീരുമാനങ്ങളെ മറികടന്ന് ഒരു ചുവട് പോലും വെക്കാൻ നമുക്കാർക്കും കഴിയില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. ആ തീരുമാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു.